ഫെയർ ട്രേഡ് അലയൻസ് കേരള കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിത്തുത്സവം 2026 വെള്ളരിക്കുണ്ട് ഫാദർ ജോയി കൊച്ചുപാറ നഗറിൽ വെച്ച് പ്രമുഖ ജേർണലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ പദ്രെ ഉദ്ഘാടനം നിർവഹിച്ചു. സീഡ് കൺസർവേഷൻ കൈമാറ്റം അത് ശരിക്കും വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട, എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഈ വിത്തിനെ ഒരു കൺസർവ് ചെയ്തിട്ട് വിൽക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ അത് ഡീസെൻട്രലൈസ് ആണ്. ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലത എ സ്റ്റാൾ ഉദ്ഘാടനം നിർവഹിച്ചു. ബളാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കൃഷിയിലേക്ക് കടന്നു വരുവാനും കൃഷിയിൽ നിന്ന് നല്ല മേന്മയുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനം ആളുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോധവൽക്കരണ പ്രദർശന ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫെയർ ട്രേഡ് അലയൻസ് കേരള 2012 വിത്തുത്സവം തുടങ്ങുമ്പോൾ അതിന് മുന്നോടിയായിട്ട് 3 പ്രമേയങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്ന് ജൈവ വൈവിധ്യം, അത് നമ്മുടെ ഭാഷയിൽ വിള വൈവിധ്യമാണ്. രണ്ടാമത്തത് നമ്മുടെ ഭക്ഷ്യസുരക്ഷ. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് സ്ത്രീ നീതി എന്നാണ്. ഈ 3ഉം എത്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഈ ജൈവ വൈവിധ്യം ഉണ്ടാവുമ്പോൾ, ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് നമ്മളുടെ പുരയിടത്തിൻ്റെ തലച്ചോർ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ആ തിരിച്ചു കൊണ്ടുവരുന്നതോടുകൂടി പരിപോഷണത്തിൽ ശ്രദ്ധിക്കുന്ന, കൂടുതൽ മുൻകൈ എടുക്കുന്ന ആൾ, അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, പരിപോഷണത്തിൽ കരുതലിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളിലേക്ക് പുരയിടത്തിൻ്റെ നിയന്ത്രണം വരും. ഇതാണ് വിത്തുത്സവത്തിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പുരയിടങ്ങളെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം, നമ്മുടെ പുരയിടങ്ങളുടെ വൈവിധ്യം എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം. ആ വൈവിധ്യത്തിലൂടെ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇടപെടുന്ന ന്യായ വ്യാപാരത്തിലൂടെ, മുൻകാലങ്ങളിൽ പ്രസക്തമല്ലെന്നോ വിലയില്ലെന്നോ മൂല്യമില്ലെന്നോ തോന്നിയിരുന്ന കാര്യങ്ങൾക്കൊക്കെയും നമുക്ക് മൂല്യം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മുടെ ജീവസന്ധാരണം സാധ്യമാവുന്ന സാഹചര്യമുണ്ടായാൽ വിത്തുത്സവം സാർത്ഥകമാവുകയാണ്. സംഘടനയുടെ സ്ഥാപക നേതാവായ ഫാദർ ജോയി കൊച്ചുപാറയുടെ അനുസ്മരണം കേന്ദ്ര സമിതി അംഗം സജ്ജി ജോസ് നിർവഹിച്ചു. സംഘടനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷം ഫെഡറൽ അലയൻസ് കേരളയുടെ സ്ഥാപനം മുതൽ കഴിഞ്ഞ ഒക്ടോബർ 9 അച്ഛൻ അവസാനമായി പങ്കെടുത്ത മീറ്റിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ സംഘടനയിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുക. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി എനിക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ആരായിരുന്നു ജോയി അച്ഛൻ എന്നുള്ള ഒരു കാര്യം ഓർമ്മിക്കുക. ബളാൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോബി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബിൻ മാടത്താനി എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രബലമായി നിലകൊള്ളുന്നത്, അതിൽ നിന്നും ഒരു മാറ്റം ഈ ലോകത്തിൽ വരണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഫെയർ ട്രേഡ് അലയൻസ് കേരള നടത്തുന്ന ഈ ഉദ്യമത്തിന് എൻ്റെതായ എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട്, വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ കഠിനമായ അധ്വാനമുണ്ട്, അതിൽ കവിഞ്ഞ് വലിയ ഒരു സംരംഭമാക്കി തീർക്കാതെ എന്നാൽ മനോഹരമായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ഇതുപോലൊരു വിത്തുത്സവം സംഘടിപ്പിച്ചതിന് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു സംസ്കാരം വളർത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് FTA ഫെയർ ട്രേഡ് അലയൻസ് കേരള മുന്നോട്ട് വന്നിരിക്കുന്നത്